ഹലോ ഗൈസ്, ഞാനൊന്ന് പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പോൾ എൻ്റെ ഫേസൊക്കെ ഇരിക്കുന്നത് കണ്ടോ, നല്ല ഗ്ലോ ആൻഡ് ഷൈനി ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ റെഡി ആയിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒലയുടെ ഒരു ക്രീമായിട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം UV പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേറെ സൺസ്ക്രീമോ അതുപോലെ തന്നെ മോയ്സ്ചറൈസറോ ഒന്നും തന്നെ ഇട്ടില്ല. നല്ലതുപോലെ ക്രീം കയ്യിലെടുത്തിട്ട് ഫേസിലും കഴുത്തിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരിക്കലും ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്യരുത്, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഫില്ല് ചെയ്യരുത്, മിഡിൽ തൊട്ടേ നമ്മൾ ഫില്ല് ചെയ്ത് തുടങ്ങാവുള്ളൂ. ഒരു ബ്രൗൺ ഷെയ്ഡ് കാണുമല്ലോ പാലറ്റിൽ, അത് വെച്ച് വേണം നമ്മൾ ഫില്ല് ചെയ്ത് തുടങ്ങാനായിട്ട്. ആ സെൻറ്ററിൽ നിന്ന് ഫില്ല് ചെയ്ത് തീർന്നു കഴിഞ്ഞ് ലാസ്റ്റ് ആ സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രണ്ടിൻ്റെ ആ ഭാഗത്ത് ഇല്ലാത്തടത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഒരു സൈഡ് വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒക്കെ നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ അകത്തൊന്ന് എഴുതി കൊടുക്കുക. ആദ്യം കണ്ണിലെ വാട്ടർ ലൈനിൽ ഞാൻ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ സ്റ്റിക്ക് വാട്ടർ പ്രൂഫ് അല്ല, ഇത് ഐടെക്സിൻ്റെ നോർമൽ ഒരു സ്റ്റിക്കായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റായിട്ടാണ് വരച്ചു കൊടുത്തത്. അതിനുശേഷം ഐലൈനർ വെച്ചിട്ട് കണ്ണൊക്കെ നല്ലതുപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഡാസലിൻ്റെ ഐലൈനറാണ് എടുത്തത്. അടുത്തായിട്ട് നമ്മൾ മസ്കാര, നമ്മൾ ലാഷസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ വെറും ചീപ്പ് റേറ്റിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മറ്റോ എടുത്തൊരു മസ്കാരയാണ്. പക്ഷേ ഇതുണ്ടല്ലോ കിടിലനൊരു മസ്കാരയാണ്. നല്ലതുപോലെ നമുക്ക് ലാഷ് കൂടുന്നതായിട്ടും അതുപോലെ തന്നെ നല്ല ലെങ്തായിട്ടും. ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ ഇച്ചിരി താമസമുണ്ട്, പക്ഷേ ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ടിരുന്നോളും, പോകത്തൊന്നുമില്ല. തീരെ റേറ്റ് കുറവാണ്. ഞാൻ എമൗണ്ട് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് DL025. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷെയ്ഡ്. നല്ല നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഏത് ടൈപ്പ് സ്കിൻ ടോണുകാർക്കും ചേരും എന്ന് തോന്നിയിട്ടുണ്ട്. ലൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച്, അതുപോലെ തന്നെ ഡാർക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് നല്ല കിടിലിനൊരു ലിപ്സ്റ്റിക്ക് ആയത്. അങ്ങനെ സ്മഡ്ജ് ആവുമോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇത് വെച്ച് എഴുതി കഴിയുമ്പോൾ പിന്നെ നമുക്ക് നിറൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഞാൻ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ നല്ലതുപോലെ ആദ്യം ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീരെ ലൈറ്റ് ഷെയ്ഡാണ്, നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ഏകദേശം മാച്ച്ഡ് ആവുന്നൊരു ഷെയ്ഡാണ്. അതിനുശേഷം ഞാനൊരു ബ്രഷ് എടുത്തിട്ട് ക്രേസ് ലൈനിൽ നല്ലതുപോലെ ആ സെയിം ഷെയ്ഡ് തന്നെ ഇച്ചിരിയും കൂടെ ഒരു ഗിൽട്രി ടൈപ്പ് എടുത്ത് നല്ലതുപോലെ ഒന്ന് ക്രേസ് ലൈനിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ഇൻസൈറ്റിൻ്റെ ക്രീം ഹൈലൈറ്ററാണ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്നോ മറ്റോ വാങ്ങിച്ചതാണ്. നല്ല കിഡിലനൊരു പ്രോഡക്റ്റാണ്. നമ്മൾ നല്ലൊരു ഗ്ലോസി, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഗ്ലാസ് സ്കിൻ മേക്കപ്പ് അങ്ങനെയൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ഷൈനിങ്ങും നല്ലൊരു ഗ്ലോയും തരുന്നൊരു പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പ്രോഡക്റ്റ്. ഞാൻ നോസിൻ്റെ അവിടെ അതുപോലെ തന്നെ ചീക്കിൻ്റെ അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കിഡിലം പ്രോഡക്റ്റായി ഈ ബ്ലഷും. ഇതും ഇൻസൈറ്റിൻ്റെ തന്നെയാണ്. പക്ഷേ എനിക്കങ്ങനെ ബ്ലഷ് ഇടുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഇടാറില്ല. ജസ്റ്റ് നിങ്ങളെ ആ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ. അത് കഴിഞ്ഞിട്ട് ഒരു കോമ്പാക്ട് പൗഡർ എടുത്ത് നല്ലതുപോലെ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വിടുന്നുണ്ട്. ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ചെവിയിലും എല്ലാം നല്ലതുപോലെ നമ്മൾ ഫേസിൽ എന്ത് ചെയ്താലും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതിലേതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.